മാതാവിന്റെ സകന വഴി. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും ഈശോ നൽകുന്ന രക്ഷയുടെ വഴിയിലൂടെ നടക്കുവാനും സാധിക്കുമെന്ന് മുൻകാലത്തേക്കാൾ അധികമായി ഇന്ന് വിശ്വാസികൾക്ക് ബോധ്യമാകുകയും വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മൗന സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചത്. ഈശോയെ സന്തോഷത്തിലും ദുഃഖത്തിലും ഇത്രയധികം അടുത്ത് അനുകരിച്ച വ്യക്തി വേറെ ഉണ്ടാകില്ല. ഈശോയുടെ വേദന സ്വന്തം വേദനയാക്കി തീർത്ത, പരാതികളില്ലാതെ സഹിച്ച മാതാവ് ഇന്നും നമുക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടുള്ളതായിരുന്നു, ഗാഢമായ മൗനത്തോടുള്ളതുമായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലെ ദുഃഖങ്ങൾ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കും സഹിക്കാനുണ്ടായിരുന്നത്. മാതാവിന്റെ ഈ സഹന വഴിയിൽ 13 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. പ്രാരംഭ പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മുൻപിൽ സർവവും സമർപ്പിച്ച് ഞങ്ങളുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് മഹത്വപൂർണനായ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. പിതാവായ ദൈവത്തിന്റെ പുത്രിയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യാമറിയമേ, പുത്രനായ ദൈവത്തിന്റെ മാതാവായതു മുതൽ അങ്ങ് കടന്നുപോയ ഈ സകല വഴികളെ അഗാധമായ എളിമയോടും തീക്ഷ്ണമായ ഭക്തിയോടും കൂടെ ധ്യാനിക്കുവാനും അമ്മയുടെ വഴികളെ പിന്തുടർന്ന് ഉത്തമ മര്യസുക്തരാകുവാനും ആഗ്രഹിച്ച് ഞങ്ങളിതാ അങ്ങേ പക്കൽ അണഞ്ഞിരിക്കുന്നു. കുറവുകൾ പരിഹരിച്ച് ദൈവത്തിന് മാത്രം തുകരുവാൻ കഴിയുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അമ്മ കരമുയർത്തണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 1 സ്ഥലം. മംഗളവാർത്തയുടെ അസ്വസ്ഥതയെ പരിശുദ്ധ അമ്മ വിശ്വാസത്താൽ അതിജീവിക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ഗബ്രിയേൽ ദൂതന്റെ അഭിവാദ സ്വരം കേട്ടതു മുതൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് ആത്മീയ സഹനങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഈ സഹനത്തെ ധ്യാനിക്കുന്ന ഞങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികവും ആത്മീയവുമായ സഹനവേളകളിൽ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുവാനുള്ള കൃപയ്ക്കായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 2 സ്ഥലം. ഔസേപ്പിതാവിനാൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന ആശങ്കയെ പ്രത്യാശയോടെ പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യാതൊരു തെറ്റ് ചെയ്യാതിരുന്നിട്ടും ദൈവേഷ്ടത്തിന് ആമേൻ പറഞ്ഞതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന മാനസിക സഹനങ്ങളിലൂടെ കടന്നുപോയ അമ്മയെ, തെറ്റിദ്ധാരണയിലും ഉപേക്ഷിക്കലിലും നീങ്ങുന്ന മക്കൾ നഷ്ടധൈര്യരാകാതിരിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 3 സ്ഥലം. എലിസബത്തിനെ ശുശ്രൂഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പരസ്നേഹത്താൽ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യ സന്തോഷത്തിൽ മലമ്പ്രദേശത്തു കൂടിയുള്ള ദുർഘടമായ ദൂര യാത്ര പോലും പരസ്പര സ്നേഹ ചൈതന്യത്താൽ മധുരമാക്കി അമ്മ. ശുശ്രൂഷ ജീവിതത്തിന്റെ സഹനങ്ങൾ ഈശോയുടെ ദാനമായി സ്വീകരിച്ച് സഹനങ്ങളിൽ സമാധാനം കണ്ടെത്താൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 4 സ്ഥലം. ബത്ലഹേമിലേക്കുള്ള ക്ലേശകരമായ യാത്രയെ പരിശുദ്ധ അമ്മ ദൈവഹിതമായി സ്വീകരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവരായിരുന്ന പേരെഴുതിക്കാനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. ദൈവേഷ്ടത്തിന് ആമേൻ പറഞ്ഞവർ അധികാരത്തോടും ജീവിത പങ്കാളിയോടും ജീവിതത്തോടും ആമേൻ പറയുന്നവരായിരിക്കണം എന്ന് അനുഭവത്തിലൂടെ കാണിച്ചു തന്ന അമ്മേ, എളിമയോടും വിധേയത്വത്തോടും കൂടി അവനവന്റെ ജീവിതാന്തസ്സിന് ചേർന്ന ജീവിതം നയിക്കുവാനും അതുമൂലമുണ്ടാകുന്ന സഹനങ്ങൾ സഹിക്കുവാനും കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 5-ാം സ്ഥലം, ദാരിദ്ര്യത്തിന്റെ നിസ്സഹായതയിലും ദൈവപുത്രന് ജന്മം നൽകാനുള്ള ആത്മബലം പരിശുദ്ധ അമ്മ കൈവരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എല്ലാ സൗകര്യങ്ങളും ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും ഒരു സാധാരണക്കാരിക്കു ലഭിക്കുന്ന പരിഗണന പോലും ലഭിക്കാതെയുള്ള അവസ്ഥയെ സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അനാഥാലയങ്ങളിൽ അഭയം തേടുന്നവർക്ക് വേണ്ടിയും എല്ലാവരുടെയും മാനസാന്തരത്തിനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 6-ാം സ്ഥലം, ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന പ്രവചനം പരിശുദ്ധ അമ്മ ഹൃദയത്തെ സംഗ്രഹിക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ജീവിതാനുഭവങ്ങളും ജീവിത പ്രവചനങ്ങൾക്കുമെതിരെയായി വന്നപ്പോൾ ദൈവഹിതമനുസരിക്കുന്നവർക്ക് എപ്പോഴും എല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയ പരിശുദ്ധ അമ്മേ, ഓരോ ജീവിതാനുഭവവും ഓരോ ദൈവിക ഇടപെടലായി കാണാനുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 7-ാം സ്ഥലം, ഈജിപ്തിലേക്കുള്ള ദുരിതയാത്രയെ ആത്മസംയമനത്തോടെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലോട്ട് പോയി. ജീവിത പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വന്നപ്പോഴും ദൈവത്തോടും ജീവിത പങ്കാളിയോടും ചേർന്ന് എല്ലാത്തിനെയും സ്വധൈര്യം നേരിട്ട പരിശുദ്ധ രാജ്ഞി, ജീവിത പ്രശ്നങ്ങളിൽ വഴി കാണാതെ നിരാശയിലേക്കും ദുശ്ശീലങ്ങളിലേക്കും നീങ്ങുന്നവർ ഞങ്ങൾക്ക് വേണ്ടിയായി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 8-ാം സ്ഥലം, ദൈവപുത്രനെ ദേവാലയത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായ ഉത്കണ്ഠയെ നിരാശപ്പെടാതെ പരിശുദ്ധ അമ്മ ഉൾക്കൊള്ളുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മകനെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദനയിലൂടെ ദൈവത്തെ നഷ്ടപ്പെടുന്ന മനുഷ്യനെ ആത്മാവിന്റെ ദുഃഖം ഞങ്ങൾക്ക് കാണിച്ചു തന്ന പരിശുദ്ധ അമ്മേ, പാപ അവസ്ഥകളിൽ നിലംപതിക്കാതിരിക്കാനും വിശുദ്ധ കൂദാശ സ്വീകരണത്തിലൂടെയും മറ്റു ഭക്തി അഭ്യാസങ്ങളിലൂടെയുമെല്ലാം ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ നിലനിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 9-ാം സ്ഥലം, ജീവിത സഹനങ്ങളെല്ലാം ദൈവമഹത്വത്തിനും സ്വയം വിശദീകരണത്തിനുമാണെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു.
അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഭ്രമിച്ചു. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഉൾക്കൊള്ളാനായില്ലെങ്കിലും ജീവിതയാത്രയിൽ ആശങ്കകളും ആകുലതകളും തോന്നിയപ്പോൾ ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മേ, ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കാതെ എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 10-ാം സ്ഥലം. കാനായിലെ കുടുംബത്തിന്റെ ആദിയെ സ്വന്തം വേദിനിയാക്കി സ്വീകരിച്ച് പരിശുദ്ധ അമ്മ സഹാനുഭൂതിയുടെ ഉദാത്തമായ മാതൃകയാക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇനി എന്ത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും ജീവിതത്തിൽ വരും. അതിന് ഉത്തരം വേഗത്തിൽ കണ്ടെത്തുന്നവർക്ക് കുറച്ച് മാത്രമേ സഹിക്കേണ്ടതുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും ഈശോയിൽ ഉത്തരം കണ്ടെത്തിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഈശോയോട് അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 11-ാം സ്ഥലം. ദേവകുമാരനായ പുത്രൻ തമ്പുരാൻ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ തകർന്നു പോകാതെ വിശ്വാസത്തിന്റെ കരുതലോടെ പരിശുദ്ധ അമ്മ ചേർന്ന് നിൽക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു. ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ? എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. തെറ്റായ പഠനത്തിലൂടെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു. പിശാചിന്റെ തലവനെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്നു. ദൈവപ്രമാണങ്ങൾ പാലിക്കാതെയും സാപത്തും ഉപവാസവും നോക്കാതെയും നടക്കുന്നു. ഇങ്ങനെ വാസ്തവവിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ സ്വന്തം മകനെക്കുറിച്ച് കേൾക്കേണ്ടി വന്നപ്പോൾ പതറിപ്പോകാതെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന അമ്മേ, മക്കളെക്കുറിച്ചും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ കേട്ടു ഉള്ളുനീറി നടക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 12-ാം സ്ഥലം. കുരിശിന്റെ വഴി രക്ഷാകരമായ വഴിയായി കണ്ട് പരിശുദ്ധ അമ്മ അനുഗമിക്കുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം പുത്രന്റെ മരണം ഏതമ്മയ്ക്കാണ് കണ്ടു നിൽക്കാനാവുക? അതും സത്യം മാത്രം പ്രവർത്തിച്ച ദൈവപുത്രനായ മകന്റെ മരണം. എല്ലാ വിശ്വാസങ്ങളും എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞേക്കാവുന്ന ആ നിമിഷമായിരുന്നു അമ്മയുടെ മൗനസഹനത്തിന്റെ തീവ്രതയേറിയ മുഹൂർത്തം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈശോ വളർന്നു വന്നതുപോലെ ഞങ്ങളുടെ മക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവമക്കളായി വളർത്തുവാനും സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമായി സ്വീകരിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 13-ാം സ്ഥലം. ഈശോയുടെ പാപപരിഹാര ബലിയിൽ അവനോടൊപ്പം നടന്ന് അമ്മ സംരക്ഷിക്കുകയാകുന്നു. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യരോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാനെ സ്വപുത്രനായി സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, അന്ന് ഞങ്ങളെ കൂടിയായിരുന്നുവല്ലോ അമ്മ മക്കളായി സ്വീകരിച്ചത്. ഞങ്ങൾ മാനസാന്തരപ്പെടുന്നതിനും പാപപരിഹാരം ചെയ്യുന്നതിനും വേണ്ടി നിരന്തരം കണ്ണീർ പൊഴിക്കുന്ന വ്യാകുല മാതാവേ, ജീവിത വിശുദ്ധി പാലിച്ച് അമ്മയുടെ കാൽപ്പനയുടെ കീഴിൽ ഞങ്ങളെ എന്നും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. പാപത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾക്കൊരിടം നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സമാപന പ്രാർത്ഥന. സെഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ ഈശോയെ, ദൈവത്തിനും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ രക്ഷകനും ദൈവപുത്രനുമായ ഈശോയ്ക്ക് സ്തുതിയും. ഞങ്ങളെ വിശദീകരിച്ച്
കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന് പുകഴ്ചയും നൽകുന്നതാകട്ടെ. പരിശുദ്ധ അമ്മ, ദൈവമാതാവേ, അമ്മയുടെ മൗന സഹനങ്ങളെ പിന്തുടർന്ന ഞങ്ങൾക്ക് ജീവിതത്തിലെ കനൽ വഴികൾ താണ്ടുവാൻ തുണയേകണമേ. ഈശോയുടെ കുരിശിന്റെ വഴിയെ നടന്ന് മരണത്തിൽ ഈശോയെ തൻ്റെ മടിയിൽ കിടത്തി അവസാനം അമ്മ സ്വർഗാരോപിതയായല്ലോ. അമ്മയുടെ സഹന വഴിയെ നടക്കുന്ന ഞങ്ങൾ ജീവിതാവസാനം വരെ അമ്മയുടെ മടിയിൽ കിടന്ന് സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചിട്ടായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള കന്യകെ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാകൃത്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ.